ഇന്ന് ന്യൂമോൺ ഡേ ആണ്, 2024 ജൂലൈ 5-ാം തീയതി. അതുപോലെ തന്നെ 7/7 പോർട്ടൽ ഓപ്പൺ ചെയ്തിരിക്കുന്ന സമയം കൂടിയാണ്. അപ്പോൾ ന്യൂമോൺ, ഫുൾ മൂൺ ഇങ്ങനെയുള്ള സമയങ്ങളിൽ എനർജിയിൽ വലിയ വ്യത്യാസം വരാറുണ്ട്. അതുപോലെ പോർട്ടൽസ് ഓപ്പൺ ചെയ്തിരിക്കുന്ന സമയം എന്ന് വെച്ചാൽ ഇപ്പോൾ 7-ാം തീയതി ജൂലൈ 7 7/7 പോർട്ടലാണ്. അപ്പോൾ അതിന് മുമ്പേ തന്നെ അതിൻ്റെ എനർജികൾ നമ്മളെ എഫക്റ്റ് ചെയ്യും. നമ്മൾ എന്ന് വെച്ചാൽ സ്പിരിച്വൽ അവേക്കണിങ്ങിലൂടെ കടന്നു പോയിരിക്കുന്നവർ, അങ്ങനെയുള്ളവർക്ക് ആ ഒരു എനർജി റിസീവ് ചെയ്യാൻ പറ്റും. അതുപോലെ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും ഉണ്ടാവുമായിരിക്കും. നോർമൽ 3D ലൈഫിൽ ജീവിക്കുന്നവർക്ക് ആ ഒരു ബുദ്ധിമുട്ടുകൾ അവർ മനസ്സിലാക്കണമെന്നില്ല. അവരത് അനുഭവിക്കുന്നുണ്ടാവുമായിരിക്കും, എങ്കിലും അതവർക്ക് മനസ്സിലാവില്ല. അല്ലാതെ സ്പിരിച്വൽ അവേക്കണിങ്ങിൻ്റെ പാതയിലേക്ക് കടന്നു വന്നവർക്ക് തീർച്ചയായിട്ടും ആ എനർജിയിലെ വ്യത്യാസങ്ങൾ മനസ്സിലാവും. അപ്പോൾ എല്ലാ മാസവും പോർട്ടൽസ് ഉണ്ടാവാറുണ്ട്. എന്ന് വെച്ചാൽ 1, 1, 2, 2, 3, 3. അതുപോലെ ഇത് 7-ാം മാസം ജൂലൈ 7. അപ്പോൾ ആ ഒരു ദിവസമാണ് പോർട്ടലിൻ്റെ എനർജി ഏറ്റവും കൂടുതൽ നമുക്ക് അനുഭവപ്പെടാറുള്ളത്. എങ്കിലും അതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലും അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിലും ആ ഒരു എനർജി നമ്മെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ പോർട്ടൽ എനർജിയിൽ മാത്രമല്ല, ന്യൂമോൺ എനർജി കൂടി നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന ഒരു സമയമാണിത്. അപ്പോൾ ഈ ഒരു സമയങ്ങളിലൊക്കെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരുപക്ഷെ നമ്മുടെ പാസ്റ്റ് ലൈഫിൽ തുടങ്ങി ഈ ഒരു ലൈഫിലെ ഫസ്റ്റ് ബാല്യകാലം അങ്ങനെയുള്ള എല്ലാ സമയങ്ങളും നമ്മൾ സപ്രസ്ഡായി ഉള്ളിൽ അടക്കി വച്ചിരിക്കുന്ന വികാരങ്ങളൊക്കെ പുറത്തേക്ക് റിലീസാവുന്ന ഒരു സമയം കൂടിയാണിത്. ചിലപ്പോൾ നമ്മൾ അറിയണമെന്നില്ല, എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണമെന്നില്ല. അപ്പോൾ സംഭവിക്കുന്നത് അതാണ്. ഈ ഒരു സമയങ്ങളിലാണ് ഇങ്ങനെയുള്ള നമ്മൾ ഉള്ളിൽ അടിച്ചമർത്തി കിടക്കുന്ന എനർജികളൊക്കെ പുറത്തോട്ട് വരുന്നത്. അപ്പോൾ അതിനെ പർജിങ് എന്ന് പറയും. അപ്പോൾ ആ ഒരു സമയത്ത് ഡിപ്രഷൻ പോലെയോ, ചിലർക്ക് ഡിപ്രഷനാകാം, ചിലർക്ക് ഫിസിക്കൽ പെയിൻസ്, ഇമോഷണൽ, ഫിസിക്കൽ, അങ്ങനെ ഏത് വിധത്തിൽ വേണമെങ്കിലും പുറത്ത് വരാം. അപ്പോൾ അതിനെ പുറത്ത് പോകാൻ അനുവദിക്കുക. അതുപോലെ എന്താണ് നമുക്കുള്ളിൽ നിന്ന് വരുന്നത് എന്നുകൂടി ശ്രദ്ധിക്കണം. അപ്പോൾ ആ ഒരു സമയത്ത് അപ്പോൾ നമുക്ക് ഹീൽ ചെയ്യാനുള്ള കാര്യങ്ങളായിരിക്കും നമ്മളിൽ നിന്ന് കൂടുതൽ പുറത്തേക്ക് വരിക. ഇതിപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയോടുള്ള ദേഷ്യമോ അല്ലെങ്കിൽ അത് എന്ത് തന്നെ ആയാലും, അപ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. അത് നമുക്ക് ഹീൽ ചെയ്യാനുള്ള കാര്യങ്ങളായിരിക്കാം. സ്പിരിച്വൽ അവേക്കണിങ് ജേണിയിലൂടെ കടന്നു പോകുന്നവരിൽ ഏതാണ്ട് മിക്കവരും സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്യുന്നുണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സ്പിരിച്വൽ പ്രാക്ടീസസ് കൃത്യമായി ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് ഭംഗിയായിട്ട് പോകാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മളവിടെ സ്റ്റക്ക് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് തന്നെ ആയാലും നമ്മൾ ആ പാതയിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും. നമ്മൾ സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്യാത്തവരായാലും അതിനോട് താല്പര്യമില്ലാത്തവരായാലും ഈ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും അത് ചെയ്യുക തന്നെ ചെയ്യും. അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, നല്ല ഒരു സ്പിരിച്വൽ ആശംസകൾ. സ്പിരിച്വൽ അവേക്കണിങ് ജേണി ഒരിക്കലും ഒരു എളുപ്പമുള്ള യാത്രയല്ല. അപ്പോൾ ആ ഒരു ജേണി ചെയ്യാൻ പറ്റും എന്ന് ഡിവൈൻ ഉറച്ച വിശ്വാസമുള്ളവർക്ക് മാത്രമേ ആ ഒരു ജേണി കൊടുക്കൂ. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൽ പൂർണ്ണ വിശ്വസിച്ചുകൊണ്ട് ഈ ഒരു പാതയിലൂടെ മുന്നോട്ട് പോകാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ആശംസകൾ. അപ്പോൾ ഞാനും ഈ ഒരു പാതയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷെ പൂർണ്ണമായി എത്തിയില്ല, ഒരു മിഡിൽ സ്റ്റേജിൽ എത്തി നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടെങ്കിലും നാളെ അതൊരു അനുഗ്രഹമായി മാറാം എന്ന് മാത്രമേ ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ.